നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 കുറിച്ചാണ്. അപ്പോ ഇവിടെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻജുമാൻ ഇൻസ്റ്റസാമിയ മസ്ജിദ് അതിന്റെ പ്രൊട്ടക്റ്റുമായി ബന്ധപ്പെട്ട് അപ്പീൽസ് വരുന്നുണ്ട്. എന്നിട്ടും ഈ ഗ്യാൻവാപ്പി മോസ്ക് ഹിന്ദുസിന് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു താല്പര്യവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കീഴിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഇനാക്ടഡ് ടു ഫ്രീസ് ദ സ്റ്റാറ്റസ് ഓഫ് റിലീജിയസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആസ് ദേ എക്സിസ്റ്റഡ് ഓൺ August 15, 1947. അപ്പൊ ഇത് റിലീജിയസ് പ്ലേസസിന്റെ വർഷിപ്പ് ഫ്രീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇനാക്ട് ചെയ്തതാണ് August 15, 1947. ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്ത റിലീജിയസ് വർഷിപ്സിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് എൻഷൂർസ് ദ മെയിൻ്റനൻസ് ഓഫ് ദെയർ റിലീജിയസ് ക്യാരക്ടർ. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷിപ്പ് പ്ലേസ് വേറെ ഒന്നുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിലീജിയസ് ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണിത്. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി UNRWA. അപ്പൊ ബ്രിട്ടൻ, ഇറ്റലി, ഫിൻലാൻഡ് ഇവര് ഈ UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയിലേക്ക് ഫണ്ട് ചെയ്യുന്നത് നിർത്തിവെച്ചു. ഫോളോയിങ് ദ അലിഗേഷൻ ദാറ്റ് ഇറ്റ് സ്റ്റാഫ് വർ ഇൻവോൾവ് ഇൻ ദ October 7 ഹമാസ് അറ്റാക്സ്. അതായത് October 7 നടന്ന ഹമാസ് അറ്റാക്സിൽ ഇവരുടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എന്നതിൽ പ്രതിഷേധിച്ചിട്ട് ഇവർ ഫണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു UN ഏജൻസിയാണ്. സപ്പോർട്ട് റിലീഫ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓഫ് പാലസ്തീൻ റെഫ്യൂജീസ്. പാലസ്തീനിൽ വരുന്ന റെഫ്യൂജീസിന്റെ റിലീഫിനും ഹ്യൂമൻ ഡെവലപ്മെന്റിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത്. അപ്പോൾ ഇത് 1949 എസ്റ്റാബ്ലിഷ് ചെയ്തത്. Nearly 3/4 of a million Palestinians became refugees in the aftermath of 1948 Arab-Israel war. 1948 അറബ്-ഇസ്രായേൽ വാറിന് ശേഷം ഏകദേശം ഒരുപാട് മില്യൺസ് ഓഫ് പാലസ്തീൻസ് റെഫ്യൂജീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണ്. അതൊരു എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഫൈനൽ MBBS എക്സാമിന് റിപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ് ആൻഡ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ടു പ്രാക്ടീസ് മെഡിസിൻസ് ഇൻ ഇന്ത്യ. അപ്പൊ അതിലേക്ക് റീപ്ലേസ് ചെയ്തിട്ട് വരാൻ പോകുന്നതാണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, P-81 എയർക്രാഫ്റ്റ്. P-81 എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ മൾട്ടി മിഷൻ എയർക്രാഫ്റ്റ് ആണ്. ഒരു ലോങ് റേഞ്ച് ആന്റി സബ്മറൈൻ വാർഫെയറോട് കൂടി ഡിസൈൻ ചെയ്തതാണ്. ആന്റി സർഫസ് പിന്നെ ഇന്റലിജൻസ്, സർവൈലൻസ്, റിക്കൺസൈൻസ് മിഷൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു ലോങ് റേഞ്ച് പെട്രോളിംഗ് എയർക്രാഫ്റ്റ് ആണ്. US ബേസ്ഡ് ഏവിയേഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, റോൾ ഓൺ റോൾ ഓഫ് റോറോ സർവീസ് ഓഫ് ഇന്ത്യൻ റെയിൽവേ. ഈ റോറോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോൾഡ് ട്രക്സ് ഓൺ ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത കൊങ്കൺ റെയിൽവേ ആണ് 1999. ഇതൊരു ഡെലിവറി മോഡലാണ്, അതായത് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് മിക്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതിന്റെ കീഴിൽ ലോഡഡ് ട്രക്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഓൺ ദ ഫ്ലാറ്റ് വേഗൺസ് ടു അവോയ്ഡ് കൺജൻഷൻ ഓൺ ദ റോഡ്. റോഡിൽ കൺജൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാഗൺസിലാണ് ഈ ലോഡഡ് ട്രക്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. റോറോ മോഡൽ എന്ന് പറയുന്നത് യൂസ്ഫുൾ ടു ഹെൽപ്പ് ഇൻ സേവിങ് ഫ്യൂവൽ ആൻഡ് ടേൺ അറൌണ്ട് ടൈം ആൻഡ് ഇസ് മോർ ഇക്കണോമിക്കൽ ദാൻ ദ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ റോഡ്. അപ്പം റോറോ മോഡൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്യൂവൽ സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്കലും ആണ്. നെക്സ്റ്റ്, കോർപ്സ് ഓഫ് മിലിറ്ററി പോലീസ് CMP എന്ന് പറയുന്നത് മിലിറ്ററി പോലീസ് ഓഫ് ഇന്ത്യൻ ആർമിയാണ്. വാർ സമയത്തൊക്കെ അതുപോലെ നെസസറി കണ്ടീഷൻസിലൊക്കെ ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ വേണ്ടി, ഇൻവെസ്റ്റിഗേഷൻ കേസസിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കോർപ്സ് ഓഫ് മിലിറ്ററി പോലീസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ CMP എന്ന് പറയുന്നത് വെരി ഫസ്റ്റ് ടു ഇൻഡക്ട് വുമൺ സോൾജേഴ്സ് ഇൻ ദ ആർമി. ഇവരാണ് ആദ്യമായിട്ട് വുമൺ സോൾജേഴ്സിനെ ആർമിയിലേക്ക് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSF വാസ് ഫോംഡ് ഇൻ 1965 ആഫ്റ്റർ ദ ഇന്ത്യ-പാകിസ്ഥാൻ വാർ. ഇന്ത്യ-പാകിസ്ഥാൻ വാറിന് ശേഷം 1965 BSF ഫോം ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. ഇന്ത്യൻ ടെറിട്ടറിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് BSF എന്ന് പറയുന്നത്. ബോർഡറിലുള്ള ആൾക്കാരാണ്, ബോർഡറിലാണ് അവരെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ-പാകിസ്ഥാൻ ഇന്റർനാഷണൽ ബോർഡറിൽ ഇൻഡോ ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ബോർഡർ, ലൈൻ ഓഫ് കൺട്രോൾ അലോങ് വിത്ത് ഇന്ത്യൻ ആർമി, അതുപോലെ ആന്റി നെക്സൽ ഓപ്പറേഷൻസ്, ഇതിലൊക്കെയാണ് ഇവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ എ ഫസ്റ്റ് ലാഫിംഗ് ഗൾ സ്പോട്ടഡ് ഇൻ ഇന്ത്യ. ലാഫിംഗ് ഗൾ എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്ററി ബേർഡ് ആണ്, നോർത്ത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഇതാദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പിയർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ചിറ്റാരി എസ്റ്ററിയില് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടത്.
നെക്സ്റ്റ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. ഫെബ്രുവരി 2024 ഇത് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷൻ ISRO ആണ്. GSLV Mk2 ആണ് ഒരു വെഹിക്കിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 7th ഫ്ലൈറ്റ് ആണ് ഇൻസാറ്റ് 3D സീരീസിന്റെ. നെക്സ്റ്റ് ജീനോമിക് റെവല്യൂഷൻ പ്രോമിസസ് ടു ട്രാൻസ്ഫോം ക്യാൻസർ കെയർ. അപ്പൊ ക്യാൻസർ ജീനോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ കെയറിനെ കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റിലേക്ക്, അതായത് ജീനോമിക് ഡാറ്റ, ഒരാളുടെ ജീനോമിക് ഡാറ്റ എടുത്ത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ക്യാൻസർ കെയർ കൊടുക്കുന്ന ഒരു ഇതിലേക്ക് കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് ക്യാൻസർ ജീനോമിക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ജീനോമിക് ടെക്നോളജീസിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻക്ലൂഡിങ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ്, അതായത് ക്യാൻസർ ജീനോം അറ്റ്ലസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളുടെ ഒരു ക്യാൻസർ വന്ന ഒരാളുടെ മോളിക്കുലർ ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ DNA ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ പറ്റും. അപ്പൊ ക്യാൻസർ ക്യൂർ അത് കുറച്ചും കൂടെ എളുപ്പമാക്കും. നെക്സ്റ്റ് ബുർക്കീന, മാലി, നൈഗർ ക്വിറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ ബ്ലോക്ക്. അപ്പോൾ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്സ്, അതായത് ബുർക്കീന, മാലി, നൈഗർ, ഇവരൊക്കെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഇതിൽ ആക്ച്വലി 15 കൺട്രീസ് ആണ് ഇതിൽ വരുന്നത്. വെസ്റ്റ് ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 15 കൺട്രീസ് ഒരു റീജിയണൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് യൂണിയൻ ആണ്. ഇതിൽ നിന്ന് ഇവര് എക്സിറ്റ് ആവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.